നമ്മൾ പറയൂലേ, നമ്മുടെ ജീവിതത്തിലൊക്കെ ചാരിറ്റികൾ ചെയ്യുന്നത് അവരാണ്, ഇവരാണ് വലിയ കോടീശ്വരന്മാരാണ്, വലിയ പണക്കാരാണ് എന്നൊക്കെ പറയും. അവരങ്ങനെ ചെയ്യാറുണ്ട് ചാരിറ്റി എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ആരാന്നറിയാവോ? നമ്മുടെ മാതാപിതാക്കൾ തന്നെയാന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കി. യാതൊരു പ്രതിഫലവും വാങ്ങാണ്ട്, യാതൊരു നമ്മളോട് ഒന്നുപോലും അപേക്ഷിക്കാതെ നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ ഈ നിലയിലെത്തിക്കുന്ന മാതാപിതാക്കളല്ലേ ഏറ്റവും വലിയ ചാരിറ്റിക്കാർ. അവർ നൽകുന്ന സഹായം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര മക്കളെ, പണ്ടുള്ള മാതാപിതാക്കൾ എത്ര മക്കളെയാണ് ഒരേ സമയം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരല്ലേ ഏറ്റവും വലിയ ചാരിറ്റി ചെയ്യുന്നവർ. ഇനി നമുക്കുള്ളത് എന്താ ഉത്തരവാദിത്തം വന്നവർ? നമ്മൾ കടമാണ് ശരിക്കും. നമ്മൾ ഈ കടം വീട്ടിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. അപ്പോൾ മാതാപിതാക്കളുടേതോ കടമയാണ്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ കുടുംബവും ആ സന്തോഷവും ആ മക്കളുടെ ഇടയിലും അച്ഛൻ്റെ അമ്മയുടെയും ഇടയിലും ഉണ്ടായിരിക്കും. അതല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിയുമ്പോൾ പഴി ചേരാനിട വരാണ്ടിരിക്കട്ടെ, അതല്ലേ വേണ്ടത്? ഇല്ലേ? പരസ്പരം കുറ്റപ്പെടുത്തലുണ്ടാകുമ്പോഴാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ അകന്നു പോകുന്നത്. കണക്ക് വയ്ക്കാതിരിക്കുക, അത് പ്രധാനമായ കാരണം. നിന്നെ വളർത്തിയില്ലേ, അവനെ വളർത്തിയില്ലേ, ഇങ്ങനെയുള്ള കണക്കുകൾ വയ്ക്കാതിരിക്കുക. അവിടെ ആ സ്നേഹബന്ധം കൂടുതലാവും. അപ്പോൾ നമ്മളൊന്ന് മാത്രം വിചാരിച്ചാൽ മതി, ഏറ്റവും വലിയ ചാരിറ്റി ചെയ്തവരാണ് അവർ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?